എനിക്കിതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം പറയാം. നമ്മൾ ഉടനെ ഒന്നും മടങ്ങി പോകണ്ടെന്നാ. മോൾ ഇപ്പൊ ചെയ്യുന്നത് പോലെ വിധിയിൽ വിശ്വസിച്ച് നിൽക്കുക. ചിലപ്പോ സ്വാതിയുടെ ജീവനെടുത്ത് ഈ കളിയങ്ങ് അവസാനിച്ചാലോ? ഈ ശ്രമത്തിലും സ്വാതിയെ കൊല്ലാൻ അവർക്കായില്ല. പിന്നെ സ്വാതി ജീവനോടെ ഇല്ലാതെ സഞ്ജുവിനെ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അവളെ സഞ്ജുവിനെ എനിക്ക് വിട്ടുതരണം. ലക്ഷ്യമാണ് പ്രധാനം, മാർഗം കണ്ടെത്തേണ്ടതാ. മംഗലശ്ശേരിക്കാരുടെ വീട്ടിൽ കയറിയല്ലേ ഇപ്പൊ കൃത്യം ചെയ്തിരിക്കുന്നത്. ഇനി ഇത് തുടരില്ലെന്ന് എന്തുറപ്പാണുള്ളത്? മല്ലികേന്റി എങ്ങനെയാ ഇത്ര വിശ്വാസത്തോടെ പറയുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാൻ ആർക്കാ കഴിയാത്തത്? സ്വാതി രക്ഷപ്പെട്ടപ്പോ മംഗലശ്ശേരിക്കാര് കരുതി അതിലെല്ലാം അവസാനിച്ചു. അവിടെയാ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയത്. ഡോക്ടറെ എങ്ങനെ സംശയിക്കാനാ ആന്റി? ഓരെങ്കിൽ സ്വാതിയെ നോക്കാൻ ഹോസ്പിറ്റലിൽ നിന്നൊരു ഡോക്ടർ വരുന്നുണ്ടെന്ന് വിവരവും കിട്ടിയിരുന്നു. കഴുത്ത് ഞെരിച്ച് കൊല്ലാനൊന്നും അല്ലല്ലോ വന്നയാളെ ശ്രമിച്ചത്. വിഷം കുത്തിവെക്കാനല്ലേ? അത് മെഡിസിൻ എന്നല്ലേ ആരും കരുതൂ. എന്തിനെ സംശയിക്കണം? മരണം വിതയ്ക്കുന്നവർ ഏത് വേഷത്തിലും വരും. ഏത് സമയത്തും വധഭീഷണിയുള്ളവരല്ലേ മോളുടെ ഡാഡിയും മമ്മിയും. മുംബൈ പോലൊരു സിറ്റിയില് അവര് ജീവിക്കുന്നത് വേണ്ടത്ര കരുതലുള്ളതുകൊണ്ടാ. ഇവിടെ സംഭവിച്ച എന്താ? കണ്ട് പരിചയമില്ലാത്ത ഒരു ഡോക്ടറെ കണ്ടാ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കണമായിരുന്നു. അവരത് ചെയ്തില്ല. മല്ലികാന്റി പറഞ്ഞത് ശരിയാ. ഹോസ്പിറ്റലിൽ തന്നെ സ്വാതിയുടെ ജീവിതത്തിന് എന്തുറപ്പാ ഉള്ളത്? നാളെ എന്ത് വാർത്തയാ കേൾക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ആന്റി, അതേ മോളെ, സ്വാതിയുടെ ബർത്ത്ഡേ ഇന്നാണെന്നറിഞ്ഞല്ലേ രണ്ടാമത്തെ വധശ്രമം ഉണ്ടായത്. അവർക്ക് മാത്രം അറിയുന്ന കാര്യം എങ്ങനെ ശത്രു അറിഞ്ഞു? മംഗലശ്ശേരിക്കാരോട് ശത്രുതയുള്ളവര് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. മല്ലികാന്റി ശ്രമിക്കുന്നത് അതിലൂടെ മോൾ ആഗ്രഹിച്ച ജീവിതം നേടിത്തരാനാ. എങ്ങനെ? അതിപ്പം മോൾ അറിയണ്ട. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ആന്റി, ചെല്ലേ. പോ. ഇത് നിന്റെ അവസാനത്തെ ഉറക്കമാടി. ഈ ഉറക്കത്തിൽ നിന്ന് ഇനി നീ ഉണരില്ല. നിന്റെ ജീവൻ കൊണ്ടുപോകാനുള്ള കാലം മംഗലശ്ശേരിയിലെത്തിക്കഴിഞ്ഞു.
ഹലോ ഗൗതം. വാതിലടയ്ക്ക്. ഗൗതം ഇത്ര പെട്ടെന്ന് വീട്ടിൽ കടന്നു. വാ. എനിക്ക് ഈ വഴി നല്ല പരിചയമല്ലേ? കുറച്ചാളായിട്ട് ഇങ്ങനെ കാണാൻ വരുന്നില്ലെന്നല്ലേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടല്ലോ. എന്തിനാ ഇത്ര സാഹസം കാണിക്കുന്നത്? നിന്റെ കഴുത്തി താലി കെട്ടിയെന്നല്ലാതെ എൻ്റെ കൂടെ ഒരു രാത്രി പോലും ഒന്നിച്ചു കഴിയാൻ നീ ഇതുവരെ മനസ്സ് കാണിച്ചിട്ടില്ല. കെട്ടിയ താലി പോലും അഴിച്ചു വെച്ചു. ഗൗതമിന്റെ കൂടെ ജീവിച്ചു തുടങ്ങുന്നത് എന്റെ കഴുത്തിലൊരു താലി അണിഞ്ഞു വേണം. അതിനുവേണ്ടി കാത്തിരിക്കാൻ ഞാൻ. പിന്നെ താലികെട്ടൊരു നമ്മൾ തമ്മിലുള്ള ഒരു ഉടമ്പടി മാത്രമാണ്. നമ്മൾ ലക്ഷ്യം വെച്ചത് നേടിയെടുത്തിട്ട് മതി ജീവിതം. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയാൽ ഈ വാശി നമുക്കുണ്ടാവില്ല. അതുവരെ എനിക്ക് കാത്തിരിക്കാമെങ്കിൽ ഗൗതമൻ എന്തുകൊണ്ടായിക്കൂടാ? എനിക്കെന്റെ വീട്ടുകാരോടുള്ള പക ഞാൻ സ്നേഹിച്ച പുരുഷനെ കൊലയ്ക്ക് കൊടുത്തതല്ല. പക്ഷേ ഗൗതമൻ അതിലും മേലെ. അത് മറന്നു പോരുത്. അത് വിട്ടേക്ക്. ഇവിടുന്ന് സഞ്ജു ഇല്ലല്ലോ? ഇല്ല, ഇവിടെ ഇപ്പോ ദിനേശനും കാവേരിയും ആ പെണ്ണും മാത്രമേ ഉള്ളൂ. അവളെ ഞാൻ പോയി നോക്കിയിട്ടാ വരുന്നത്. കരഞ്ഞു തളർന്നു ഉറങ്ങും അവൾ. ഇതുവരെ ഈ വീട്ടിൽ ഫുഡ് പോലും ആരും കഴിച്ചിട്ടില്ല. ഒച്ചയോ ബഹളോ ഉണ്ടാവരുത്. അതിനുവേണ്ടി ആദ്യം അവളെ മയക്കണം, പിന്നെ സൗകര്യം പോലെ തീർക്കണം. ഗൗതമിന്റെ കൂടെ ഞാനും നിൽക്കും. അവളെ ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ചു കൊല്ലാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവൻ പോകുമ്പോഴും അവളെ എൻ്റെ മുഖം കാണണം. മണ്ടത്തരം പറയാതിരിക്കുക. അവളെ കൊല്ലാൻ നടന്ന പഴയ കഥകളൊന്നും മറക്കണ്ട. കൂടെ ഞാനും വേണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാ. ഇതിൽ കൂടി തോറ്റു പോകാൻ പാടില്ല. ഇനി അമ്മൂന് വേണ്ടി ഒരവസരം നമുക്കില്ല. ഇനി താമസിക്കണ്ട. ഗൗതം വാ. വാ. മനസ്സിലാക്കാൻ കെട്ടി തൂക്കാനൊന്നും പറ്റില്ല. പണി തീർത്ത് എനിക്ക് രക്ഷപ്പെടണം. ഇങ്ങോട്ട് മാറും.
എന്തായാലും ഇത് വല്ലാത്തൊരു വിധിയായി പോയി ദിനേശേട്ടാ. പാവം ശ്രീകുട്ടി, അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറ്റബോധം എനിക്കാ. എന്റെ കൺമുന്നിലേക്ക് ആ കൊലയാളി വന്നത്. ശ്രീകുട്ടിയുടെ റൂമിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാനാ പറഞ്ഞത്. അവൻ കൊല്ലാനാ വന്നതെന്ന് ഞാൻ അറിഞ്ഞോ? കൊലയാളി വീട്ടിലേക്ക് കടക്കുന്ന പ്രതീക്ഷ ആർക്കെങ്കിലും ഉണ്ടോ? ഓരോന്ന് കാണും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോ എനിക്ക് പേടിയാവുന്നു. ഈ കുടുംബത്തിലെല്ലാവർക്കും ഈ വിധി വരുമെന്നല്ലേ ആ സ്ത്രീ പറഞ്ഞത്. ഇനി ആരാണെന്ന് ആർക്കറിയാം. കൂടുതൽ പേടിക്കേണ്ടത് സഞ്ജുവാ. ഒരാൾ കൊല്ലാൻ ഇറങ്ങിത്തിരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെ വെച്ചു ആർക്കും ആരെയും വകവരുത്താം. നമ്മൾ VIP കളൊന്നും അല്ലല്ലോ സെക്യൂരിറ്റിയുമായി നടക്കാൻ. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? വരുന്നിടത്ത് വെച്ച് കാണാം. നീ പേടിക്കാതിരുന്നാ മതി. ജനനവും മരണവും ഒക്കെ ദൈവം കൽപ്പിച്ചിട്ടുള്ളതാ. ശ്രീകുട്ടി രണ്ടാമത് രക്ഷപ്പെട്ടത് അതുകൊണ്ടാ. അങ്ങനെ ആലോചിക്കാനേ പറ്റൂ. സഞ്ജുവിന്റെ നേരെയും ഇങ്ങനെ ഉണ്ടായതല്ലേ. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം. അമ്മൂനെ വിളിച്ചുണർത്തിയാലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. അവൾ ഉറങ്ങട്ടെ. അവളെ തനിച്ചു കിടത്താൻ പാടില്ല. ഒരനുഭവം നമുക്കുണ്ടായതല്ലേ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശ്രീകുട്ടി രക്ഷപ്പെട്ട കാര്യം അവൾക്കറിയില്ലേ. നീ വാ, സമയം ഒരുപാടായി. ദിനേശേട്ടൻ റൂമിലേക്ക് പൊയ്ക്കോ. ഞാനിന്ന് അമ്മുവിന്റെ കൂടെ കിടക്കുന്നതേ ഉള്ളൂ. ശ്രീദേവി അടുത്തി എന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞതാ. ഞാൻ അവളുടെ അടുത്തേക്ക് പോവാ. എല്ലാ കുറ്റങ്ങളും വല്യേച്ചി അമ്മുവിന്റെ തലയിലാ കെട്ടിവെക്കുന്നത്. മനസ്സ് നൊന്ത അവള് തിരിച്ചു വന്നത്. അവള് വീണ്ടും എന്തെങ്കിലും കടുകൈ ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്നാൽ ഇനി സംസാരിക്കാൻ ഒന്നുമില്ല. നീ അവളുടെ കൂടെ ഉറങ്ങിയാൽ മതി. ചെല്ല. അവനെ ഞാൻ വിടാൻ അമ്മു ഉറങ്ങിക്കോട്ടെ. ഉണർത്തണ്ട. ഉണർന്ന പിന്നെ കരച്ചിലാവും. ദൈവമേ, കാവേരിയുടെ കണ്ണി പെട്ടത് തന്നെ. ഇങ്ങന്റെ എല്ലാ കള്ളക്കളിയും പൊളിയാൻ പോവാ. ദേ, ഏത് നിമിഷം അവള് വേണമെങ്കിൽ ബാത്റൂമിൽ കയറി വരും. ഏത് നേരത്താണാവോ ഈ ബുദ്ധി എനിക്ക് തോന്നിയത്. ഒരു കാര്യം ചെയ്യും, പോയി കുറ്റിയിട്ട. ഡോർ കുറ്റിയിട്ട രക്ഷപ്പെട്ടെന്ന് നീ കരുതിയോ? അയ്യോ, പുറത്തുനിന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോ ഡോർ കുറ്റിയിട്ടിരുന്ന അകത്ത് ആളുണ്ടെന്നല്ലേ കരുതി. ഇപ്പൊ റൂമി കാവേരി ആ പെണ്ണ് മാത്രമേ ഉള്ളൂ. അകത്ത് ആളുണ്ടെന്ന് പേടിച്ച് ഒച്ച വെച്ച വീട്ടിലുള്ള എല്ലാരും എത്തും. അച്ഛന്റെ അമ്മയുടെ മുന്നിലേക്കായിരിക്കും നമുക്ക് ഇറങ്ങി ചെല്ലേണ്ടത്. പോയി കുറ്റിയെടുക്ക്. അവളെ ഇപ്പൊ തീർക്കാനൊന്നും പറ്റില്ല. കാവേരി ഉറങ്ങിയ രക്ഷപ്പെട്ടു പോകാനേ പറ്റൂ. കാവേരി ഉറങ്ങുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഗൗതം. അവൾ ഉറങ്ങാമെന്നൊന്നും അല്ല.
ആ പെണ്ണ് സൂയിസൈഡ് ഇവന്ന് പേടിച്ചിട്ടാ. രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോ. നാശം പിടിച്ചവളെ പുറത്തുനിന്ന് കുറ്റിയിട്ട് കളഞ്ഞു. അവളെ അങ്ങ് തീർത്തിട്ട് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. അപ്പൊ ഞാനോ? ആള് വരുമ്പോ ഞാൻ റൂമിലുണ്ടാവില്ലേ? നീ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാവേരിക്ക് ജീവൻ വേണ്ടേ? ശബ്ദം പുറത്തു വരാതെ ഞാൻ കഴുത്തറുത്തേനെ. ആ പെണ്ണിനെ തീർത്തിട്ട് ഞാൻ എപ്പോഴും വീട്ടിലെത്തിയനെ. ഒരാളെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെടുമ്പോ ചാകുന്നത് ഒന്നു മാത്രമായിരിക്കില്ല. തടസ്സം പിടിക്കുന്ന എല്ലാത്തിനെയും വകവരുത്തേണ്ടി വരും. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് ഒന്ന് ഗൗതം പറ. എനിക്കറിയില്ല. നീ എന്നെ ഇതിനകത്ത് വലിച്ചു കയറ്റിയത്. നീ കാരണം ഞാനും ബ്ലോക്കായി. ഇതിനകത്താണെങ്കിൽ ഒന്ന് ഇരിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. ഡോറ് കുറ്റിയിടാതിരുന്നെങ്കിൽ രണ്ടിനെയും തീർത്തിട്ട് പോകാമായിരുന്നു. നീ ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്ക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും. കാവേരി, കാവേരി, അയ്യോ, ദിനേശനും വന്നിട്ടുണ്ട് അവിടെ. എല്ലാത്തിനും കൊല്ലും ഞാൻ. ദിനേശേട്ടൻ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറക്കം വരാനാ? അമ്മൂനെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ സഞ്ജു ഇപ്പൊ വിളിച്ചു പറഞ്ഞിരുന്നു. നീ പോത്തുപോലെ കിടന്ന് ഉറങ്ങരുത്. കണ്ണടഞ്ഞു പോയിട്ടേ. ഞാൻ തുറന്നു വച്ചിരിക്കുന്നത് അതുകൊണ്ടാ. നീ വാതിൽ കുറ്റിയിടണ്ട, ചാരിയാ മതി. നിന്നെ എനിക്ക് വിശ്വാസം പോരാ. ഞാൻ ഇടയ്ക്ക് വന്നോളാം. മൂന്നാറിലേക്ക് പോയപ്പോ അവിടെ വെച്ച് അവനെ തീർത്തു കളയേണ്ടതായിരുന്നു. ഒന്ന് പതുക്കെ പറ എന്റെ ഗൗതം, അവര് കേൾക്കും. കുറച്ചു കഴിഞ്ഞ് വിളിച്ചോണത്തെ കുറച്ച് വെള്ളം കൊടുക്ക. ദിനേശേട്ട ചെല്ല്. ദിനേശൻ പോയെന്ന് തോന്നുന്നു. ഓ, കാവേരി എങ്ങനെ ബാത്റൂമിലേക്ക് വരാൻ നിന്ന്? നീ മനസ്സിൽ കുറിച്ചോ? അവളുടെ മരണം അടുത്തു കഴിഞ്ഞു. ഗൗതം ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനാ അവളെങ്ങാനും എണീറ്റ അതുമായി.